ആര്യാടൻ ഷൗക്കത്തിന് എത്രത്തോളം വിജയപ്രതീക്ഷ ഉണ്ട്? ആര്യൻ ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് ഒരു 30,000 മുകളിൽ വോട്ടിന് വിജയിക്കും. അത്രമാത്രം വലിയ ട്രെൻഡ് ഉണ്ട്. പി വി അൻവറിന്റെ ഒരു എഫക്ട് പി വി അൻവർ ഒന്നും അല്ലാതായി പോലെ. പി വി അൻവർ സീറോയിലല്ലേ. പി വി അൻവറിന്റെ എഫക്ട് അത് നോ പ്രോബ്ലം. പിന്നെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി പോയി അൻവറിനെ കാണുകയൊക്കെ ചെയ്തു. അത് വ്യക്തിപരമാവാം. പിന്നെ നമ്മള് രാഷ്ട്രീയ പാർട്ടികളാണ്. പാർട്ടി രാഹുലിനെ ഏൽപ്പിച്ചിട്ടില്ല. ഇന്നലെ പോയി കാണാൻ പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ചിട്ടില്ല. പാർട്ടിയുടെ വർത്തമാനമാണ് മിന്നാന്ന് സതീഷ് പറഞ്ഞത്. പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായ സതീഷ് നമ്മൾ തീർത്ത് പറഞ്ഞു. കെ പി സി പ്രസിഡന്റ് പറഞ്ഞു. അത് അയാൾ സൗഹൃദപരമായ ഒരു മീറ്റിങ്ങിന് അത് വളച്ചൊടിച്ചതാണ് മറ്റു പാർട്ടികൾ. അതിപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പിനെ ഇത് നേരിടുന്നുണ്ട് വിചാരിച്ച ഒരാളെ കാണാൻ പോകാൻ പാടില്ല എന്നൊന്നും ഒരിക്കലും ഏതെങ്കിലും നിയമത്തിലും പറഞ്ഞിട്ടില്ല. അത് ഒരാളെ സന്ദർശിക്കാൻ പോവാൻ എന്തും ചെയ്യാം. അതൊക്കെ മീഡിയക്കാരും മാധ്യമക്കാരും വളച്ചൊടിച്ചാണ്ട് ഭയങ്കര എന്തോ ഒരു സംഭവമാക്കി കൊണ്ടുവരികയാണ്. അതിനൊന്നും എന്തായാലും നിലമ്പൂരിലെ ജനത ഇപ്രാവശ്യം വീഴില്ല. 9 കൊല്ലം ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രതിത്തുല്യനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു MLA ആണ് ഇപ്പോൾ തന്തക്ക് പറഞ്ഞാണ്ട് ഇറങ്ങിപ്പോന്റെ ഗതി വന്നത് അല്ലേ. അതൊക്കെ നിലമ്പൂരിലെ ജനത വോട്ടർമാർ കാണുകയാണ്. പിന്നെ ഇന്നലത്തെ അൻവറിന്റെ പത്രസമ്മേളനം, ഒരു പാരസെറ്റാമോൾ വാങ്ങാൻ വരെ എൻ്റെ കയ്യിൽ പൈസയല്ല എന്ന് പറഞ്ഞ് വികാരപരമായി കരഞ്ഞ ഒരാള് രാത്രിക്ക് രാത്രി പൈസ വരലും നാളെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വരികയാണെന്ന് പറയലും ഇതൊക്കെ എന്താണ്? നമുക്ക് ഇന്നലെ എടുത്ത ഷർട്ടാണെന്നാണ് പറഞ്ഞത്. ഇത് കാണിച്ച ഒരു മീഡിയക്കാരുടെ മുമ്പിൽ നിന്നാണ്ടാ പറഞ്ഞത്. ഇത് ഞാൻ ഇന്നലെ ഇട്ട ഷർട്ടാണ്. ഒരു ദിവസം ഞാൻ 3 നേരം ഷർട്ട് മാറുന്ന ഒരാളാണ് അല്ലെ. എന്തെല്ലാം എന്നാണ് ഇന്നലെ അൻവർ ഇവിടെ പറഞ്ഞത്. പൊന്നാനിയിൽ അൻവർ മത്സരിക്കാൻ പോയപ്പോൾ പറഞ്ഞു 1.5 ലക്ഷം വോട്ടിന് ഞാൻ ജയിച്ചിട്ടില്ലെങ്കിൽ പൊതുപ്രവർത്തനം ഈ അൻവർ ഇവിടെ നിർത്തുന്ന പറഞ്ഞ അൻവറിന് ഇപ്പം നമുക്ക് തോന്നുന്ന എന്താ ഒരു മാനസികപരമായ ഒരു ഇതാണ് മൂപ്പരെ കാണിക്കുന്നത്. ഇപ്പം മൂപ്പരെ കാണണം ഈ മാധ്യമക്കാർ. അത് സഹതാപതരംഗം കിട്ടാനോ എന്തോ എന്ന് നമുക്കറിയില്ല. എന്ത് വന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷനിൽ ആര്യാടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്യും. ഷൗക്കത്ത് നിയമസഭയിൽ പിണറായിക്കെതിരെ ശബ്ദിക്കാൻ ഉണ്ടാവുകയും ചെയ്യും. ഇപ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് കട്ടയായിട്ട് ഞാൻ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറിയും ഈ വാർഡിന്റെ ചെയർമാൻ ഈ ബൂത്തിന്റെ ചെയർമാനുമാണ്. അതേ നമുക്ക് ഇതിൽ പറയാനുള്ളൂ. ഒരിക്കലും പോലും അതൊക്കെ വെറുതെ കിംവദന്തികൾ പരത്താണ്. അയാൾ അങ്ങനെ പറഞ്ഞു, തങ്ങളെങ്ങനെ പറഞ്ഞു, മറ്റേത് പറഞ്ഞു. അത് എന്നൊക്കെ പറഞ്ഞാൽ സർവ്വസാധാരണ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങനെ വല്ലാതാക്കി കോത്താമ്പാക്കി കൊണ്ടുവരും. അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. പിന്നെ SDPIക്കും BJPക്കും ഒക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? SDPIക്ക് അവർ കഴിഞ്ഞ പ്രാവശ്യം 3000 സംതിങ് വോട്ട് പിടിച്ചിട്ടുണ്ട് അവരെ സ്ഥാനാർത്ഥി. അത് അവർ പിടിക്കുകയാണെങ്കിൽ പിടിക്കും. അല്ലാതെ ഇപ്പം എന്താ പറയുക, അത് അന്ന് ആ സ്ഥാനാർത്ഥി ഇപ്പം CPMന്റെ ഒരു മുന്നണിയിലാണ്. NCPയിൽ ബാബുമാണി പറഞ്ഞ സ്ഥാനാർത്ഥി ഇപ്പൊ NCPയിലോട് കിടക്കുന്നത്. ഇതിപ്പോ പുതിയൊരാളെ വനസംരക്ഷണ ജാഥ എന്നൊക്കെ പറഞ്ഞ് പൊക്കിക്കൊണ്ടുവന്നാണ്ട് ഇപ്പൊ അയാള് ഇന്നലെ പിന്നാതിപ്പോ സ്ഥാനാർത്ഥിയായി. എന്താ നടുത്തോടി അഡ്വക്കേറ്റ് സാധിക്കല്ലോ, എന്താ പേര് പറയുന്നത് നമുക്കറിയില്ല. BJP ഇതുവരെ സ്ഥാനാർത്ഥിനെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞ BJP അൻവർ ഇങ്ങനെ പ്രശ്നം വരികയാണ് കണ്ടോടുകൂടി ഇന്നലെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച്. ചുങ്കത്രയില്ല മാണി ജോസഫ് ഗ്രൂപ്പിലില്ല ഏതൊരു ചെങ്ങാനെ പൊടിച്ച് ഉച്ചതിന്റെ മെമ്പർഷിപ്പ് കൊടുക്കുക BJP ചിഹ്നത്തിൽ മത്സരിക്കാൻ. ഇതൊക്കെ ഒരു പാർട്ടി ദേശീയം ഭരിക്കുന്ന പാർട്ടിയുടെ ഗതിയാണ്. ഒരാളെ സ്ഥാനാർത്ഥിനെ കിട്ടാനില്ല. CPM അതേപോലെ തന്നെ 1.5 ആഴ്ച തെരഞ്ഞ് അലഞ്ഞു നടന്നിട്ടാണ് ഇപ്പൊ സ്വരാജിനെ അൻവർ മത്സരിക്കാന്ന് കണ്ടോടുകൂടി ഓരോ വോട്ട് ഏകീകരിക്കാൻ വേണ്ടിയിട്ട് സ്വരാജിനെ പിടിച്ചുകൊണ്ടുവന്നത്. സ്വരാജ് ശക്തനാണ് വെച്ചാൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരിക്കലും ശക്തനല്ല അയാള്. പാർട്ടി സംവിധാനത്തിൽ അയാൾ ശക്തനല്ല. സ്വരാജ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവല്ലല്ലോ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, സമ്മതിക്കുന്നു. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നേതാവല്ല. ജനങ്ങളുടെ ഇടയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ എന്തെല്ലാം വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒഴുകി വന്ന മൃതദേഹം ഈ ആര്യാടൻ ഷൗക്കത്ത് അടക്കം എത്രയോ ദിവസം രാപ്പകലില്ലാതെ മോർച്ചറിയിലും ചാലിയാർ പോയിന്റ് തീരത്തിൽ കൂടി ഒരു ദിവസമെങ്കിലും സ്വരാജിനെ അവിടെ കാണിച്ചു തരാൻ പറ്റുമോ? സ്വരാജ് അവിടെ വന്നിട്ടില്ല എന്ന് പറയുന്നില്ല. ഒരു ദിവസം ഏതൊരു MLA അൻവർ MLAന്റെ കൂടെ വന്നു, ഒരു നേർച്ചക്കടം വീട്ടുന്ന മാതിരി വന്നു പോയി അല്ലേ. അതെല്ലാം ഉണ്ടായിട്ടുള്ളൂ. അതിലൊക്കെ ഷൗക്കത്ത് എത്രയോ രാപ്പകലില്ലാതെ ഭക്ഷണമില്ലാതെ തുണിയില്ലാതെ എത്ര ദിവസം അലഞ്ഞ് ഈ ചെക്കന്മാരെ കൂടെ അത് ജനകീയ ഒരിക്കലും ഇപ്പൊ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന കാലത്ത് ഷൗക്കത്ത് കൊണ്ടുവന്നതാണ് ഷമീഷ പദ്ധതി, ജ്യോതിർഗമയ പദ്ധതി. ഒരു വേട്ടക്കാട് അമ്പലത്തിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉത്സവം ജനകീയ ഉത്സവമാക്കി. ഒരു കൊല്ലത്തിൽ ജനുവരി മാസത്തിൽ നമ്മളെ ഈ നെൽമ്പൂരങ്ങാടിയിൽ വരുന്ന ജനങ്ങളെ ഇത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതൊക്കെ ആരെ കഴിവാണ്? ഈ ഷൗക്കത്തിന്റെ കഴിവാണ്. ഇവര് പറഞ്ഞു ഞങ്ങൾ കെയറിന്റെ 5 കൊല്ലം തികഞ്ഞതിന് മുമ്പ് ബൈപ്പാസ് പൂർത്തീകരിക്കും, നിലമ്പൂർ ബൈപ്പാസ്. എന്തെങ്കിലും ആര്യാടൻ ചെയ്തതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു? ഇപ്പൊ അതാ കെട്ടിയാഘോഷിച്ചുകൊണ്ട് 327 കോടി. എവിടെയാണ് 327 കോടി? 327 കോടിയുടെ പ്രചരണം എന്ന് പറയുമ്പോൾ
നമ്മൾ ഒരുപാട് വികസനങ്ങളുടെ എല്ലാ വർഷത്തെയും ബജറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ഫ്ലക്സ് ബോർഡുകൾ കാണാറുണ്ട്. ആ റോഡിന് ഇത്ര കോടി, ഈ റോഡിന് ഇത്ര കോടി. ആ ഫ്ലക്സ് ബോർഡിൽ മാത്രം ഒതുങ്ങുന്നു. എവിടെ ഈ പറഞ്ഞ കോടികൾ എവിടെ? നമ്മുടെ ഗവൺമെന്റ് കോളേജിന് സ്ഥലം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ഇപ്പൊ ബൈ ഇലക്ഷൻ വന്നപ്പോഴത്തെ പറയുന്നത് ഞങ്ങൾ ഗവൺമെന്റ് കോളേജിന് ഫണ്ട് അനുവദിച്ചു, ഇതുപോലെ ഒരുപാട് ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള 9 കൊല്ലമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയാത്തത്. ഈ നമ്മുടെ MLA രാജിവെച്ച് ഇറങ്ങിപ്പോരുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ 9 വർഷക്കാലമായിട്ട് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ എൻ്റെ പാർട്ടി ഞാൻ പ്രതിനിധീകരിക്കുന്ന LDF സമ്മതിച്ചില്ല, മുഖ്യമന്ത്രി അടക്കം സമ്മതിച്ചില്ലെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. അതേ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി സഖാവ് മോഹൻദാസ് പറഞ്ഞു 9 വർഷക്കാലം അൻവർ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പാർട്ടി തുറന്ന് സമ്മതിച്ച സത്യങ്ങളാണ്. ഇത് പിന്നെ എവിടെയാ? ഇപ്പോൾ ഈ ബൈ ഇലക്ഷൻ വന്നപ്പോഴാണ് ഇവര് 9 വർഷക്കാലം ഭയങ്കരമായ വികസനം കൊണ്ടുവന്ന് പറയുന്നത്. ഒന്ന് ചൂണ്ടിക്കാണിച്ചു തന്നാൽ മതി. പിന്നെ അൻവറിന്റെ ഒരു വാഗ്ദാനമായിരുന്നു ഇടക്കര, ഇവിടെ ഒരു വാഗ്ദാനമായിരുന്നു, നമുക്ക് കരണ്ടച്ചിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്, 20 രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന ഒരു സംവിധാനം അൻവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ആശുപത്രിയുടെ സ്ഥിതി ഒന്ന് പോയി നോക്കണം. എപ്പോഴും നിങ്ങൾ എന്താണ് സ്ഥിതി എന്നുള്ളത് ഇതിന്റെ 1 കിലോമീറ്റർ പോയാൽ മതി ആശുപത്രി കാണാൻ. അതേപോലെ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആര്യാടൻ മുഹമ്മദിനെ കൂടി ഓർക്കേണ്ടി വരും. അത് ഒരിക്കലും നമുക്ക് മായ്ച്ച് കളയാൻ വയ്യാത്ത 2 വ്യക്തികളാണ്. ഒന്ന് ആര്യാടൻ മുഹമ്മദ്, ഒന്ന് സഖാവ് കുഞ്ഞാലി. രണ്ടും നമ്മൾ, ഒന്ന് സഖാവ് കുഞ്ഞാലി CPM-ലും ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ്. രണ്ടും നമുക്ക് ഒരിക്കലും മായ്ച്ച് കളയാൻ വയ്യാത്ത ഒരു മുഖമാണ്. സഖാവ് കുഞ്ഞാലി ജയിലിൽ കിടന്നാണ്ട് മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലമാണ്, CPM-ന്റെ മണ്ഡലമാണ്. അത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. അതേമാതിരി തന്നെ കുഞ്ഞാക്ക എത്രയോ കൊല്ലം പ്രതിനിധാനം ചെയ്ത മണ്ഡലം നിലമ്പൂരിന് ഇങ്ങനെ ആക്കിയതിലുള്ള ഭയങ്കര സങ്കടം. അത് അവരുടെ ഒരു എന്താ പറയാ, നമുക്ക് തുറന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പറയുന്നില്ല. അത് നമ്മൾ പഠിച്ചു, ആ പാഠം നമ്മൾ ഉൾക്കൊണ്ട് ഇപ്രാവശ്യം എന്തായാലും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി സോക്കത്ത് ജയിക്കും, യാതൊരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ബൈ ഇലക്ഷൻ വരുന്ന സമയത്ത് തന്നെ അവർ പ്രഖ്യാപിച്ചു, ഞാൻ നിലമ്പൂരിൽ മത്സരിക്കില്ല, ഞാൻ നിലമ്പൂരിലെ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഞാൻ പോയിക്കൊള്ളാം, മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒഴിഞ്ഞു മാറി ലാസ്റ്റ് അവസാനം ഇവർ എല്ലായിടത്തും തെരഞ്ഞു നടന്നു ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് പലരുടെയും അടുത്ത് പോയി, പല ഡോക്ടർമാരുടെയും അടുത്ത് പോയി. എന്നിട്ട് ആരെയും കിട്ടാതെ വന്നപ്പോൾ ഒളിച്ചോടിയൊരു സ്ഥാനാർത്ഥിയെ പിടിച്ചുകൊണ്ട് വന്നു. ഒളിച്ചോടിയൊരു മെമ്പറെ, സെക്രട്ടേറിയറ്റ് മെമ്പറെ പിടിച്ചുകൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണ്. അപ്പൊ അത് അവിടെ സമ്മതിക്കുന്ന തോൽവി. നമ്മളിപ്പോൾ കഴിഞ്ഞ ലോകസഭയിൽ വടകരയിൽ KK ശൈലജ ടീച്ചറെ ഭാവിയിലൊരു മുഖ്യമന്ത്രി വരെ കാണേണ്ട ഒരാളെ കൊണ്ടായിട്ടാണ് ലോകസഭയിൽ കൊണ്ടായിട്ടാണ് വടകര മണ്ഡലത്തിൽ കൊണ്ടായിട്ടാണ് അത്രയും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തത്. അതെന്താണ്? ശൈലജ പിണറായിന്റെ മോൾക്ക് ആകുമെന്നുള്ള പേടി കൊണ്ട് ഒറ്റ മാത്രം ചെയ്തൊരു സംഭവം. അതുപോലെ തന്നെ ഈ സ്വരാജ് ചെറുപ്രായത്തിൽ തന്നെ സെക്രട്ടേറിയറ്റിലും ഇതിലും കയറി വന്ന ഒരാളെ തളർത്താൻ വേണ്ടി ചെയ്ത ഒറ്റ ഒരു സംഭവമാണത്. ഇത് പിണറായിന്റെ കുബുദ്ധിയാണ്. പിണറായിന്റെ മരുമകന്റെ മേഖലയിൽ ഒരാളും വരരുത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. 23-ാം തീയതി വോട്ട് എണ്ണുമ്പോൾ അതിന്റെ ഉദാഹരണം സ്വരാജ് തോൽക്കൽ പാർട്ടിക്ക് ഏറ്റവും വലിയ സൈനിക തോൽക്കൽ പാർട്ടിക്ക് എങ്ങനെ